ഞാനൊരു വലതുപക്ഷക്കാരനാണ്, ഞാനൊരു ഹിന്ദു വലതുപക്ഷ ആക്ടിവിസ്റ്റാണ്. ഞങ്ങളുടെ ഇടയിലുള്ള ആൾക്കാരടക്കം ഇത്രയും സങ്കീർണമായ പ്രശ്നങ്ങളെ, ലൈംഗികത, കുട്ടി, കുടുംബം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നതിന് പകരം ഒരു നറേറ്റീവ് ഉണ്ടാക്കി മുസ്ലിങ്ങൾ ശത്രുക്കളാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അപ്പുറത്ത് നമ്മുടെ സ്ഥലങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്നു, നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞ് അവരൊരു നറേറ്റീവ് ഉണ്ടാക്കുകയാണ്. ഹിന്ദുക്കളുടെ ഇടയിൽ ഒരുപാട് ആത്മഹത്യയും മദ്യപാനവും മയക്കുമരുന്നും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങൾ പലപ്പോഴും നേരിട്ട് അഡ്രസ് ചെയ്യാതെ വളഞ്ഞ വഴി അഡ്രസ് ചെയ്യുന്നതാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം. അല്ല ഒരുപാട് രാഹുൽ, എനിക്കിവിടെ മനസ്സിലാകാത്ത ഒരു കാര്യം, ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ അവരുടെ എണ്ണം കുറയുന്നു എന്ന് പറയുമ്പോൾ അതിൽ മുസ്ലിം സഹോദരങ്ങൾ എന്ത് പിഴച്ചു? മാത്രവുമല്ല, ഈ എണ്ണം കൂട്ടി ഇതിനെന്ത് മത്സരമൊന്നും അല്ലല്ലോ, നമ്മൾ ഇത് എന്താ യുദ്ധത്തിന് പോവാണ് നമ്പർ കൂട്ടിയിട്ട്? അതിന്റെ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് വളരെ നല്ല ചോദ്യം. അതായത് നമ്മുടെ മുമ്പത്തെ തലമുറയ്ക്ക് ഓവർ പോപ്പുലേഷൻ ആയിരുന്നു. അങ്ങനെയാണ് എന്റെ വീട്ടിൽ എന്റെ അച്ഛന്റെ ഏകദേശം 14 മക്കളുണ്ടായിരുന്നു. അപ്പൊ ഓവർ പോപ്പുലേഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ എന്നാ അണ്ടർ പോപ്പുലേഷനിലേക്ക് പോവാം. ഒരു പക്ഷേ അങ്ങേക്ക് ശ്രദ്ധിച്ചു കാണും, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ജനസംഖ്യാ തകർച്ചയുള്ള സ്ഥലങ്ങളിലൊന്നും നമ്മുടെ പത്തനംതിട്ടയാണ്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുള്ള പത്തനംതിട്ടയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഡിപ്പുള്ള സ്ഥലം.